നിങ്ങളുടെ രാജ്യം. നിങ്ങളല്ല, ഇന്ന് കേരള വ്യവസായ വകുപ്പ് കേരളത്തിന്റെ മന്ത്രി ഏത് കാര്യത്തിനും നിങ്ങൾക്ക് കാണാനും പറയാനും ക്ഷമയോടുകൂടി കേൾക്കാനും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഇരിക്കുന്ന ഒരു ജനപ്രിയനായ ഒരു നേതാവും കൂടിയാണ് നമ്മുടെ എല്ലാം കേരളത്തിലെ വ്യവസായ വകുപ്പ്. എപ്പോൾ വിളിച്ചാൽ എല്ലാവർക്കും കിട്ടും, ഒരു ഉത്തരവും ഉണ്ടാകും. ചെയ്യുന്നതായ ഒക്കുന്ന കാര്യങ്ങൾ പറയും, ഒക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരും. പലപ്പോഴും പലരും അങ്ങനെയല്ല. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നേരെയില്ല, ഫോൺ എടുക്കത്തില്ല, ഓഫീസിലാണ്, വീടുകളിലാണ്, പല്ല് തേക്കാണ്, അല്ലെങ്കിൽ കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ബിഎമാരെ കൊണ്ട് ഈ ഫോൺ കൊടുക്കാതെ ഒഴിയുന്ന രാഷ്ട്രീയ സംവിധാനം ഉള്ള ഈ കാലത്ത് അതിൽ നിന്നെല്ലാം വിപരീതമായി നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രശ്നം കേൾക്കാനും പറയാനും മറുപടി പറയാനും സാധിക്കുന്ന മിടുക്കനായ ഒരാളെയാണ് നിങ്ങളിവിടെ തെരഞ്ഞെടുത്തത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിനന്ദനം പറയുന്നില്ല, നിങ്ങൾക്ക് അഭിനന്ദനം പറയുന്നു. ജനകീയനായ ഒരു മനുഷ്യനെ, ഒരു പച്ചയായ ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുവാനും അത് നിർത്താനും ജയിപ്പിക്കുവാനും എന്നാൽ ഒരിക്കലും അദ്ദേഹം ജയിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. പലരും വിചാരിച്ച് തോറ്റുപോകുന്നു. അതുപോലെ നേരത്തെ നിങ്ങളാരാണ് ഇന്ത്യയിലെ കോടീശ്വരന്മാർ കോടിക്കണക്കിന് രൂപ വാഴി വലിച്ച് ഇറങ്ങിയപ്പോഴും അതെല്ലാം വലിച്ച് പോക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ തെരഞ്ഞെടുത്തത് ആരാണ്? സഹാബ് രാജീവനെ. അങ്ങനെ നിങ്ങൾ ഈ ഒപ്പം വന്ന് ഇങ്ങനെ രണ്ടു വാക്ക് പറഞ്ഞു, ഒരാളെ മനസ്സ് കാണിച്ചു. എന്നാൽ ആതിഥ്യമാണ് നമ്മുടെ സർക്കാർ. അതായത് അതിഥികൾക്ക് ആദ്യം സംസാരിക്കാൻ അവസരം കൊടുക്കണം. നമ്മൾ വിളമ്പി നമ്മളിവിടെ നിന്നതല്ല. അദ്ദേഹത്തെ ആതിഥിയായി ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എംഎൽഎ അല്ല, ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ആ മന്ത്രിയായിട്ട് ഈ വെളി വരുമ്പോൾ ആ ആതിഥേയ മര്യാദ കാണിക്കുവാനുള്ള സംസ്കാരം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് വിളക്ക് കത്തിച്ച ശേഷമാണെങ്കിലും പ്രസവിക്കാനുള്ള അവസരം നിർസലോത്സവത്തിന്റെ സന്ദേശം അദ്ദേഹം നൽകിയിട്ട് മാത്രം ഞാൻ പറഞ്ഞാൽ മതി എന്നുള്ള ഔചിത്യം ഞാൻ കാണിച്ചത്. സന്ദേശം നൽകിയിട്ട് വേണ്ട ബാക്കി കാര്യമല്ല. അതിനുള്ള മനസ്സദ്ദേഹം കാണിച്ചു, സഹകരിച്ചു, സഹായിച്ചു. ഏറെ നന്ദിയാണ്.